കാര്യം പറയാം. ഇടവത്തിലെ ചതയ നക്ഷത്രമാണ് ശ്രീ വി ഡി സതീശന്റെ. ആണോ? ഇടവത്തിലെ ചതയം കേക്കാം. നീചഭംഗ രാജയോഗമാണ്. പടച്ചോൻ, എന്താണ് നീചഭംഗജാതി യോഗം? പടച്ചോൻ, ബി ആർ ഷെരീഫിന്റെ നോക്കാം, കേട്ടോ. നീചഭംഗ രാജയോഗം അടിച്ചോ. നീചന്മാരെ മുഴുവൻ എണ്ണത്തിന് റെഡിയാക്കിക്കൊണ്ട് രാജയോഗത്തിലിരിക്കും. നീചന്മാരെ മുഴുവൻ റെഡിയാക്കിയിട്ട് രാജഭംഗത്തിൽ പോയി നിൽക്കും. മുഖ്യമന്ത്രിയായി 2 കൊല്ലം കൊണ്ട് പേരെടുക്കും ശ്രീ വി ഡി സതീശൻ. ഏകദേശം മൂപ്പർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. അതായത് കഴിഞ്ഞ 83, 84, 85 ദിവസമായല്ലോ UDFിൻ്റെ ഭരണം തുടങ്ങിയിട്ട്. ആകെ മൂഞ്ചൊരു വിധമായിട്ട് കെടുക്കുകയാണല്ലോ. ഏത് മേഖലയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണാവാ അതിൻ്റെ തുടക്കം കുറിക്കാത്തത് എന്ന് പറയുന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ വി ഡി സതീശൻ്റെ ജാതകമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പരിശോധിച്ച് പറയുന്നത് നീചഭംഗ രാജയോഗമാണ് അത്ര. നീചഭംഗ രാജയോഗം അത് ശരിയാണാവോ? എന്തായാലും അത് നോക്കാട്ടോ. നീചഭംഗ രാജയോഗം ഇതെന്താണെന്നറിയണ്ടേ? ജെമിനി, എന്താണ് ഈ നീചഭംഗ രാജയോഗം? ഓ തെറ്റിട്ടോ, നീചഭംഗല്ല, നീചഭംഗ രാജയോഗം. കൊള്ളാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രഹം അതിൻ്റെ ബലം കുറഞ്ഞ അഥവാ ദോഷം ചെയ്യുന്ന രാശിയിൽ നിൽക്കുന്നതിനെയാണ് സാധാരണയായിട്ട് ദോഷഫലങ്ങൾ നൽകുമെന്ന് കണക്കാക്കുന്നത്. ഇങ്ങനെ നോക്കുക ചെങ്കെ വി ഡി സതീശൻ ഇപ്പോൾ ദോഷഫലങ്ങളിലാണ് നിൽക്കുന്നത്. മനഃപൂർവ്വമാണ് കേട്ടോ, കിടന്നോട്ടെ, നമ്മുടെ ഒരു പഴയ സുഹൃത്ത് തന്നതാണ്. എന്താണ് ഈ ഭംഗം? ഭംഗം എന്ന് വെച്ചാൽ ഇല്ലാതാവുക എന്നാണ്, റദ്ദാക്കപ്പെടുക എന്നാണ് അർത്ഥം. സ്റ്റോപ്പ് ചെയ്യപ്പെടുക. ഇനി അത് പറയാൻ പാടുണ്ടാവോ? നീചഭംഗ രാജയോഗം ഇനി എങ്ങനെ ഉണ്ടാവും? ജാതകത്തിൽ ഒരു ഗ്രഹം നീചസ്ഥിതിയിലാണെങ്കിലും ബലം കുറഞ്ഞിരിക്കുകയാണെങ്കിലും ആ ദോഷാവസ്ഥയെ ഒഴിവാക്കുന്ന പ്രത്യേക ഗ്രഹക്കൂട്ടുകളോ കാഴ്ചകളോ അവിടെ വന്നാൽ ആ നീചത്വം റദ്ദാക്കപ്പെടുന്നു. അതെന്ത് തേങ്ങ! ഇതിനെയാണ് നീചഭംഗം എന്ന് പറയുന്നത്. ഇങ്ങനെ നീചത്വം ഭംഗപ്പെടുമ്പോൾ അത് സാധാരണ ദോഷഫലങ്ങൾക്ക് പകരം വളരെ ശക്തമായ രാജയോഗമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അധികാരത്തിൽ കയറിയിട്ടുള്ളൂ. വലിയ പ്രശ്നങ്ങളൊക്കെ മുമ്പിലുണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു നമ്പർ 1 സംഭവമായിട്ട് ആ വ്യക്തി മാറുന്നർത്ഥം. തുടക്കത്തിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ യോഗമുള്ളവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഉണ്ടാകാമെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും. ശരിയാണ്, ആ തടസ്സങ്ങളുടെ ഗംഭീരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്രതീക്ഷിത വിജയം ഉണ്ടാവും. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും അതിജീവിത്ത് വ്യക്തി സമൂഹത്തിൽ പേരും പ്രസക്തിയും അധികാരവും സാമ്പത്തിക നഷ്ടവും കൈവരിക്കുന്നു. നേട്ടവും കൈവരിക്കുന്നു. ഇനി മാനസിക കരുത്ത ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കഴിവും ആത്മവിശ്വാസവും അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ PNA എന്താ പറയുക, ഗഫൂർ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് നീചഭംഗ രാജയോഗം എന്നാണ്. ഞാൻ ഈ ചെങ്ങായിനൊക്കെ സംഭവിച്ചു കേട്ടോ. കാരണം ഇതിനിടയ്ക്ക് ഈ ചെങ്ങാതി ഇതൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തില്ലേ എന്നുള്ളതാണ്. ഏത് വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ യോഗം എന്താണ്? ചെറുതായിട്ടൊന്ന് പാളിപ്പോയിരുന്നു കേട്ടോ. ഞാൻ അതൊന്ന് കേൾക്കാം. തുടക്കത്തിൽ ഇടവെന്ന പറഞ്ഞ് പിന്നെ കർക്കിടകാക്കി മാറ്റി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയതാ. ഇനി ആ മാറിപ്പോയത് അവിടെ കിടന്നിട്ട് ഒന്നിങ്ങനെ നോക്കൂ. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചു വെച്ചോ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണെന്നുള്ള അഭിമാനത്തോടെ നമുക്ക് ഓരോ തെരുവിലും നിൽക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. എൻ്റെ
ഈശ്വര എന്തൊക്കെ കേൾക്കണം ഒരു ദിവസം കഴിയുമ്പോൾ. ഒരാൾ ചോദിക്കുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നത് എന്ന്. 2 കൊല്ലം കൊണ്ട് എൻ്റെ പേരെടുക്കില്ല വേറെ എന്തെങ്കിലും ഇടക്കുമെന്ന് പറയുന്നുണ്ട്. ഇടവല്ല വറക്കല അഴിച്ചു പോടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം തന്നെയല്ലേ അല്ലേ സുഹൃത്തുക്കളെ, എന്തോ പെങ്ങളുടെ ഭർത്താവ് എന്തോ സഹായം ചോദിച്ചു വന്നപ്പോൾ പോയി പണി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായത് ഈ മനുഷ്യൻ തന്നെയല്ലേ. എപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഓരോ സംഗതിയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വി.ഡി. സതീശമേനൻ്റെ തുടക്കകാലങ്ങൾ വലിയ കഷ്ടങ്ങളിലൂടെ ആണെങ്കിലും ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ സംഗതി നേരാവുമെന്നാണ് ചെങ്ങാതി കണ്ടെത്തിയിട്ടുള്ളത്. നേരാവട്ടല്ലേ? അല്ല, നമുക്കൊരു പ്രതീക്ഷ വേണമല്ലോ, 5 വർഷം ജീവിക്കാനുള്ളല്ലേ, നേരാവണം. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ. നീചഭംഗ രാജയോഗം മറക്കണ്ട, ഇനി ദൂരം. ബൈ.